അപ്പോൾ തന്നെ വീണ്ടും ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്കാണ്. കുക്കിംഗ് വീഡിയോ തന്നെയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേരെ റോസ്റ്റഡ് ചിക്കനാണ്. ഇപ്പോൾ ഇതേ നമ്മൾ ഇന്നലെ രാത്രി എടുത്തു വെച്ചായിരുന്നു നമ്മുടെ ചിക്കനൊക്കെ വേവിക്കാനായിട്ട്. അപ്പോൾ ഒരെണ്ണം പുറത്തെടുത്തിട്ട് അത് വെന്തോ അതിൻ്റെ ഹീറ്റ് എത്രയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നോർമൽ ഒരു 75+ ആണ് നമ്മൾ നോക്കാറ്. ഒരു 75% മുകളിലോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കുക്കായി എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇപ്പോൾ അത് ഏകദേശം 90 മുകളിൽ പോയി. പിന്നെ ഇന്നത്തേക്ക് വേണ്ട ഉരുളക്കിഴങ്ങുകൾ, അതായത് മാഷ് ഉണ്ടാക്കാനുള്ളതും ഫ്രൈ ഉണ്ടാക്കാനുള്ളതും പിന്നെ വെജിറ്റബിൾസൊക്കെ റെഡിയാണ്. പിന്നെ ബാക്കി 2 കോഴി എൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ചില സ്ഥലത്ത് പുറത്ത് പോയി ഇതേപോലെ ഗ്രിൽ ചിക്കൻ, ഫ്രൈ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ചിക്കനൊക്കെ മേടിച്ച് കഴിക്കാറില്ലേ. ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴാണ് അയ്യോ ഇത് ഇങ്ങനെ ഉണ്ടാകും, ഇത് നല്ലൊരു ടേസ്റ്റാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കാം. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. അവിടെ അത്രയും നല്ല അടിപൊളിയായിട്ട് വെറുതെ പച്ചവെള്ളത്തിൽ വെറുതെ വേവിച്ചെടുത്തേക്കണേയാണ്. വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വേറെ മസാലയോ മല്ലിയോ ഒന്നുമില്ല. കുറച്ച് എന്താ പറയുക, കുറച്ച് ഹെർബ്സ് തന്നെ മുകളിലിട്ടിട്ടുണ്ട്. കുറച്ച് ഈ പാഴ്സലിയുടെ അങ്ങനെ കുറച്ച് പൊടിയുടെ ഇലകൾ മാത്രം ജസ്റ്റ് ഒന്ന് മുകളിൽ പൊടിച്ചിട്ടിട്ടുണ്ട്. അത് മാത്രമുള്ള വേറെ ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല. ഉപ്പോ മുളകോ മല്ലിയോ അങ്ങനെയുള്ള ഒന്നും തന്നെ നമ്മളത് ചേർത്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ സ്കിന്നിനൊക്കെ ഗംഭീര ടേസ്റ്റായിരുന്നു. ആ സ്കിന്നിന് മുക്കാൽ ഭാഗം സ്കിന്ന് കഴിച്ചാൽ ഞാൻ തന്നെയാണ്. കേട്ടോ, ചോറ് വരയ്ക്കണ്ട നല്ല വെളുത്ത് അടിപൊളിയാണ്. ഇത് നേരെ പൊളിച്ച് പീസാക്കിയിട്ട് നേരെ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവിയും പിന്നെ കുറച്ച് മാഷും ഒരു 2 ഫ്രൈഡ് പൊട്ടറ്റോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അടിപൊളി ഹെൽത്തി ഫുഡുമാണ്. വേറെ ഒന്നും തന്നെ ഇല്ല. പ്രിസർവേറ്റീവ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഗംഭീര ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആയിത്തോറെടുത്തു ഇത്രയും വലിയ ബാക്കി ഞാൻ ചെയ്യുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും കിട്ടുക. ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ എന്താ ആ വൈറ്റ് കറക്റ്റാ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ സൈഡിലുള്ള സാധനങ്ങളോ അങ്ങനത്തെ മീറ്റുകളൊന്നും എടുക്കില്ല. ഞാൻ എല്ലാം കിള്ളിപ്പറക്കിയൊക്കെ ഞാൻ എടുക്കും. നമ്മൾ ഫുഡ് വേസ്റ്റ് ആകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കിള്ളിപ്പറക്കി എടുക്കും. അവർ ഇതേപോലത്തെ വൈറ്റ് ആ കാണുന്ന കറക്റ്റ് പീസ് മാത്രം എടുത്തിട്ട് ബാക്കി ഒരു ലോഡ് സാധനങ്ങൾ വേസ്റ്റ് ആകും. എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പോൾ അതേ രണ്ടാമത്തേത് ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ എല്ല് മാത്രം, അത് പേരിന് പോലും ഒരു സാധനമാണ് ഞാൻ നോക്കിയിട്ട് കാണാനില്ല. കണ്ട അത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ആ മീറ്റ് അതിൽ നിന്ന് മാറിയിരിക്കും. അതായത് 3 പണിയും കഴിഞ്ഞ് ഇത്രയും വേസ്റ്റും ഉണ്ട്. അവസാനമായി കഴിഞ്ഞപ്പോൾ ഞാനും മടുത്തു. അത് തന്നെ അവിടെ ഇട്ടു. ഇത്രയും മീറ്റ് എനിക്ക് കിട്ടി. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മാഷിനകത്ത് എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ തന്നെ കുറച്ച് ബട്ടറും കുറച്ച് ഡബിൾ ക്രീമും ഇതാണ് ഇട്ടിട്ട് അടിച്ച് സെറ്റാക്കി ആ മാഷ് റെഡി. പിന്നെ അതിൻ്റെ കൂടത്തേക്കിടെ സിമ്പിളായിട്ട് ഇത് വെറും വെറുതെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തേക്കണേണ്. ആയിരിക്കണത് ഇനിയിപ്പോൾ വറക്കാനുള്ളതാണ്. ഇത്രയാണ്. ഇനി നേരെ പ്ലേറ്റിലേക്ക് ആക്കുക. അതോടുകൂടി എൻ്റെ പരിപാടി, ഇന്നത്തെ ലഞ്ചിനുള്ള പരിപാടികളൊക്കെ തീരും. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളും അനുസരിച്ചിട്ട് നമ്മൾ പറക്കി വെക്കും, അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് ഗ്രേവിയൊക്കെ ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇത്രയുള്ള ഇന്നത്തെ ലഞ്ചിൻ്റെ വീഡിയോ. ബൈ.